ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിലും ക്ഷീരവികസന വകുപ്പിന് കീഴിലും ജില്ലാ പഞ്ചായത്തിന് കീഴിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കുറഞ്ഞ യോഗ്യത 7ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം യുവജനക്ഷേമ ബോർഡിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൽ വിവിധ തസ്തികകളിലേക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് SSLCയോ തത്തുല്യ പരീക്ഷയോ പാസ്സായിരിക്കണം. കൂടാതെ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള തത്തുല്യമായ ഡാറ്റ എൻട്രി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 36 വയസ്സാണ്. 2025 ജനുവരി 1 36 വയസ്സ് കവിയരുത്. ദിവസവേതന അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ ഒന്നും പാലക്കാട് ജില്ലയിൽ ഒരു ഒഴിവുമാണ് വന്നിരിക്കുന്നത്. പ്രതിദിന വേതനം 755 രൂപയാണ് ലഭിക്കുന്നത്. ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് ജയിച്ചിരിക്കണം. എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 2025 ജനുവരി 1 36 വയസ്സ് കവിയാൻ പാടില്ല. ദിവസവേതന അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. ഇടുക്കി ജില്ലയിൽ ഒരു ഒഴിവും കോഴിക്കോട് ജില്ലയിൽ ഒരു ഒഴിവുമാണ് വന്നിട്ടുള്ളത്. പ്രതിദിന വേതനം 675 രൂപയാണ് ലഭിക്കുന്നത്. അഭിമുഖത്തിൻ്റെയും ഡാറ്റ എൻട്രി ടെസ്റ്റിൻ്റെയും ടൈപ്പ് റൈറ്റിംഗ് മലയാളം ആൻഡ് ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ നിയമനം ഉണ്ടായിരിക്കുക. അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷകൾ 2024 ഡിസംബർ 21 വൈകുന്നേരം 5 മണിക്കകം നിങ്ങളുടെ ബയോഡേറ്റയും യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, ദൂരദർശൻ കേന്ദ്രത്തിനു സമീപം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 43 എന്ന വിലാസത്തിൽ അപേക്ഷ അയക്കേണ്ടതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ DTP ഓപ്പറേറ്റർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരു ഒഴിവ് വന്നിട്ടുണ്ട്. SSLCയും KGTA അല്ലെങ്കിൽ MGTA ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഹയറും ഇംഗ്ലീഷ് ലോവറുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപേക്ഷയും ആവശ്യമായ രേഖകളും സഹിതം ഡിസംബർ 28 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപേക്ഷ സമർപ്പിക്കണം. വിലാസം: ഡയറക്ടർ, കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, സംസ്കൃത കോളേജ് ക്യാമ്പസ്, പാളയം, തിരുവനന്തപുരം 695034. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിലുള്ള കോട്ടയം ക്ഷീര കർഷക ക്ഷേമനിധി ഓഫീസിലേക്ക് ക്ഷീരജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഫീൽഡ് തലത്തിൽ ക്ഷീര കർഷകരെയും ക്ഷീര സംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ക്ഷീരജാലകം പ്രൊമോട്ടർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിപ്ലോമയോ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യാനുള്ള പരിജ്ഞാനവുമാണ്. പ്രായം 18 മുതൽ 40 വയസ്സ് വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം 2024 ഡിസംബർ 26 വൈകിട്ട് 5 മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ ജില്ലാ നോഡൽ ഓഫീസർ, ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ്, ക്ഷീരവികസന വകുപ്പ്, ഈരയിൽക്കടവ്, കോട്ടയം 686001 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. കൂടിക്കാഴ്ചയ്ക്ക് അർഹരായവരുടെ പട്ടിക ഡിസംബർ 27 രാവിലെ 11 മണിക്ക് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തും. കൂടിക്കാഴ്ച ഡിസംബർ 30 രാവിലെ 10:30 കോട്ടയം ക്ഷീര കർഷക ക്ഷേമനിധി ജില്ലാ നോഡൽ ഓഫീസറുടെ കാര്യാലയത്തിൽ വെച്ച് നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ വൈപ്പിൻ BRCയിൽ പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പി സെൻ്ററിലേക്ക് തെറാപ്പിസ്റ്റിന് ആവശ്യമുണ്ട്. യോഗ്യത ഫിസിയോതെറാപ്പിയിലുള്ള ഡിഗ്രിയാണ്. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി BRCയുമായി ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഫിറ്റിംഗ് ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ, ഫോട്ടോ എന്നിവ സഹിതം ഡിസംബർ 19 രാവിലെ 11 മണിക്ക് കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം.
അടുത്തത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള സ്മോൾ ഹൈഡ്രോ കമ്പനിക്ക് കീഴിലെ പാലക്കുഴി 1 മെഗാവാട്ട് മിനി ജലവൈദ്യുത പദ്ധതിയിലേക്ക് സിവിൽ എഞ്ചിനീയറെ നിയമിക്കുന്നുണ്ട്. 179 ദിവസത്തേക്കുള്ള കരാർ നിയമനമാണ്. സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ വൈദ്യുത പദ്ധതികളുടെ സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലുള്ള പരിചയവും ഉണ്ടായിരിക്കണം. പ്രായം 40 കവിയാൻ പാടില്ല. SC/ST വിഭാഗക്കാർക്ക് 5ഉം OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ്. നിയമനത്തിനായുള്ള വാക്കിൻ ഇന്റർവ്യൂ നടക്കുന്നത് ഡിസംബർ 20 രാവിലെ 11 മണിക്ക് ഓഫീസിൽ വെച്ചിട്ടാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.